അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് രാഷ്ട്രീയ നൈതികതയുടെ ലംഘനമാണെന്നും പൊതുപ്രവർത്തകർ മാന്യത പാലിക്കണമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ. MLA പദവി രാജിവെക്കാൻ പാർട്ടിയും അംഗങ്ങളും തയ്യാറാകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ രാഷ്ട്രീയ കേരളത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കുമ്പോൾ ഇത് കേവലം ഒരു നിയമ നടപടിയായല്ല, മറിച്ച് രാഷ്ട്രീയ നൈതികതയുടെ വലിയൊരു പ്രശ്നമായാണ് കാണേണ്ടതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ തൃശൂരിൽ അഭിപ്രായപ്പെട്ടു. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഒരു നൈതികതയാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിൽ കാണിക്കേണ്ട സാമാന്യ മര്യാദ MLAയും കാണിക്കണം, MLA നിശ്ചയിച്ച പാർട്ടിയും കാണിക്കണം. വളരെ ഗുരുതരമായിട്ടുള്ള നാട് കേൾക്കാൻ അപമാനം തോന്നുന്ന വിധത്തിലുള്ള ആരോപണങ്ങളൊന്നല്ല, തുടർച്ചയായി പിന്നാലെ വരുന്നു എന്നുള്ളതാണ്. ഒരു തവണ ആരോപിക്കപ്പെട്ടപ്പോൾ ആരുടെ ചുമതലയാണ്, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞൊഴിയാൻ കഴിയും. ഇനി തുടർച്ചയായി 2 കേസുകളിൽ ജാമ്യമെടുത്തിട്ടും മൂന്നാമതൊരു കേസ് കൂടി വരുന്നു. ആ കേസുകളിലുള്ള വിഷയങ്ങളിൽ എല്ലാം ഒരു സമാനതകൾ ഉണ്ടാകുന്നു. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പുലർത്തേണ്ട മാന്യതയും ഉത്തരവാദിത്തവും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും രാജിവെക്കുന്ന കാര്യത്തിൽ MLAയും അദ്ദേഹത്തെ നിശ്ചയിച്ച പാർട്ടിയും രാഷ്ട്രീയ മര്യാദ കാണിക്കണമെന്നും മന്ത്രി പറഞ്ഞു. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് നിരന്തരം വാദിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന പൊതുപ്രവർത്തകർ ഇത്തരം അപമാനകരമായ സാഹചര്യങ്ങളിലേക്ക് ചെന്നുവീഴുന്നത് പൊതുസമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. ജനാധിപത്യ മൂല്യങ്ങളെ വിലമതിക്കുന്നവർ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യതയും ധാർമ്മികതയും പുലർത്തേണ്ടതുണ്ട്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടപ്പെട്ടവർ ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്നും രാഷ്ട്രീയത്തിലെ നൈതികത വെല്ലുവിളിക്കപ്പെടുന്നത് ജനാധിപത്യത്തിന്റെ അടിത്തറ ഇളക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊതുപ്രവർത്തകരുടെ ജീവിതത്തിൽ ഒരിക്കലും പാടില്ലാത്ത ചില അനുഭവങ്ങൾ ഉണ്ടാകുന്നു. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് തുടർച്ചയായിട്ട് വാദിക്കേണ്ട പൊതുപ്രവർത്തകർ തന്നെ ഇത്തരം അപമാനത്തിലേക്ക് ചെന്നു വീഴുന്നു. ഇനിയും സന്ധി ചെയ്യാൻ ശ്രമിക്കുന്നത് വലിയ ഡാമേജ് ഉണ്ടാക്കും. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കല്ല, കേരളത്തിൻ്റെ പൊതുജീവിതത്തിന് തന്നെ അപമാനകരമായിരിക്കും. ബന്ധപ്പെട്ടവർ ആവശ്യമായ കാര്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുകയാണ് ഈ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ശരി എന്നാണ് നമ്മൾ കരുതുന്നത്. പൊതുരംഗത്ത് നിൽക്കുന്നവർ തങ്ങളുടെ പദവിക്കും അന്തസ്സിനും നിരക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും ഈ കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ടെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് CCV.